നമസ്കാരം. ഞാൻ ശിവദാസ് ആചാര്യ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു 2 കോടി ജനങ്ങൾക്കെങ്കിലും പ്രയോജനം ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയുമായിട്ടാണ്. അത് തിരുപ്പതി വെങ്കടാചലപതിയുടെയും മഹാലക്ഷ്മിയുടെയും കുബേരമൂർത്തിയുടെയും അനുഗ്രഹം ഒരേ സമയത്ത് ഒരേപോലെ എല്ലാവരിലും ലഭിക്കത്തക്ക തരത്തിലുള്ളൊരു യന്ത്രവിധിയാണ്. ഇത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉള്ള ഒരു വിധിയാണ്. അവരെല്ലാവരും ഒത്തിരി പേര് ഈ ഒരു യന്ത്രം വെച്ചിട്ട് പല കടം വീട്ടുകയും അവരുടെ നിത്യതൊഴിലിന് സാമ്പത്തിക വർധനവുണ്ടാക്കുകയും പിന്നെ നിത്യവരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കടകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് കൂടാൻ വേണ്ടിയിട്ടും തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും തൊഴിലിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ചിലവ് കുറയുന്നതിന് വേണ്ടിയിട്ടും വരുമാനത്തേക്കാൾ കൂടുതലായി ചിലവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരൊറ്റ യന്ത്രം അതിൽ ലക്ഷ്മി കുബേര അതായത് വെങ്കടേശ്വരനെയും ചേർത്തിട്ടുള്ളതാണ്. തിരുപ്പതി വെങ്കടാചലപതിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വിധിയാണ്. അപ്പോൾ ഈ 3 ദേവന്മാരുടെയും പൂർണ്ണമായ അനുഗ്രഹം ആ ഒരൊറ്റ യന്ത്രത്തിൽ നിന്ന് നമ്മിലേക്ക് ലഭിക്കുകയാണ്. ഇതിന് നിങ്ങൾ ഒരു ദിവസം ഒരു 20 മിനിറ്റ് അതിന് വേണ്ടി ചിലവാക്കണം. എല്ലാ ദിവസവും ആ യന്ത്രം എടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഒരു ജപിക്കണം. അത്രയേ ഉള്ളൂ. അതാണ് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു. ഇനി ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫലം കുറയുന്നില്ല. പക്ഷെ അത് ജപിച്ചുകൊണ്ടിരുന്നാൽ അതിന് ഫലം ഇങ്ങനെ കൂടുതൽ എളുപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് നിത്യവരുമാനത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. നിത്യവരുമാനം ഉണ്ടാക്കുക, നമുക്ക് നിത്യേന ഏതൊരു വ്യക്തിക്കും നിത്യമായിട്ടൊരു വരുമാനം ഉണ്ടാകുക എന്ന് പറയുമ്പം അതാണ് ഏതൊരു വ്യക്തിക്കും ആവശ്യം. എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് ഏറ്റവും ചുരുങ്ങിയ ചിലവില്ല, അധികം പണച്ചിലവില്ലാതെ ജനങ്ങളിൽ എത്തിക്കണമെന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഇതൊന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് ഇത് ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തു നോക്കി. എല്ലാവർക്കും ഫലം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനും ഇത് വെച്ച് നോക്കുന്നുണ്ട്. ഞാനും വെച്ച് നോക്കി. അപ്പോൾ എനിക്കും അതിൻ്റെ ഫലം കിട്ടി. പിന്നെ എനിക്ക് വിശ്വാസത്തോടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു വിധി നിങ്ങളിലേക്ക് എത്തിക്കാൻ, എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം അത് ഇന്ന് മനുഷ്യൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് പണത്തിന് വേണ്ടിയിട്ട്, ഒരു തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. 10,000 രൂപയെങ്കിലും ഒരു മാസം കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പലപ്പോഴും അവർക്ക് ഒരു അന്ധാളിപ്പുണ്ട്. ഇത് പെർമനൻ്റായിട്ട് കിട്ടുകയില്ലയോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ധൈര്യസമേതം മുന്നോട്ട് പോകാൻ ഈ ഒരു യന്ത്രം സഹായിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക. ഇതിൻ്റെ ഒരു ചിലവെന്ന് പറയുന്നത് ഏകദേശം ഒരു 1,800 രൂപയോളം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചിലവ് വരുന്നുണ്ട്. അപ്പം അത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. അതിനകത്ത് വേറെ കൊറിയർ ചാർജൊന്നും അഡീഷണൽ തരേണ്ട കാര്യമില്ല. അങ്ങനെ അത് അയച്ചു കൊടുക്കാനും ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കാം. ഒരു 2 കോടി ജനങ്ങൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുത്തണമെന്നൊരു അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഏറെക്കുറെ ഞാനൊരു ഉദ്ദേശം എടുത്തപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ എന്നെ ഒത്തിരി പേരിങ്ങനെ വിളിക്കാറുണ്ട്. പലർക്കും പല ദുരിതങ്ങൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് ഈ ഒരു യന്ത്രവിധി നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കുക. നമ്മൾ മൊബൈൽ നോക്കാനും മറ്റു പല കാര്യത്തിനും നമ്മൾ സമയം ചിലവഴിക്കാറുണ്ടല്ലോ. അപ്പം നമുക്ക് വേണ്ടി നമ്മളൊരു 20 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കണം. നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, ദൈനംദിന ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുക. അത് ലിഖിതം ചെയ്യുന്നൊരു മന്ത്രമാണ്, ഒരു വിധിയാണ്. അത് ആർക്ക് വേണമെങ്കിലും ജാതി മതഭേദമന്യേ ഇതിന് മറ്റു തരത്തിലുള്ള ഒരു ഉപദേശങ്ങളോ ആവശ്യമില്ല. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. കാര്യം ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാത്തവർ തെറ്റിദ്ധരിപ്പിക്കും. നിങ്ങളുടെ കാര്യം നോക്കുക. കാര്യം നമ്മളെല്ലാവരും നമ്മുടെ കാര്യം നോക്കണം. നമ്മൾക്ക് വേണ്ടി നമ്മൾക്കത് വേണ്ടാന്ന് പറയാൻ ഒരാൾ ചിലപ്പം തയ്യാറായേക്കും. പക്ഷേ
അത് വേണം, നീ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പറയാൻ ചുരുക്കം ചില ആൾക്കാരെ ഉണ്ടാവുള്ളൂ. കാരണം ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. ഒരാൾ നന്നാകുന്നതിന് വേണ്ടി പറയുമെങ്കിലും അവർ ചിലപ്പോൾ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ മറ്റൊരാളെ അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വയ്ക്കുക. നിങ്ങൾ സന്തോഷത്തോടെ അത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. അത് 100% എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഞാനത് വെച്ച് ഡെയിലി ജപിക്കുന്ന ഒരാളാണ്, കൃത്യമായി ജപിക്കുന്ന ആളാണ്. അങ്ങനെ ജപിച്ചാൽ അതിന് ഫലം പൂർണ്ണമാണ്, ഒരു സംശയവും വേണ്ട. നമസ്കാരം.